ഗർഭിണികൾക്ക് നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളുടെ ഗ്രൂപ്പിൽ തുടങ്ങിയിട്ട് തൈറോയിഡ് സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാറുണ്ട്. എന്താണ് പ്രഗ്നൻസിയിൽ തൈറോയിഡിന്റെ ഇമ്പോർട്ടൻസ്? തൈറോയിഡ് എന്ന് പറഞ്ഞ ഹോർമോൺ, അതായത് അമ്മയുടെ രക്തത്തിലെ തൈറോയിഡിൻ്റെ ഹോർമോൺ എന്ന് പറയുന്നത് കുട്ടിയുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഹോർമോണാണ്. ആദ്യത്തെ 3 മാസത്തിൽ തന്നെ കറക്റ്റായിട്ട് തൈറോയിഡ് കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ ലെവൽ കുറവുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഈ കൺജന്റൽ ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കുറയുന്ന വഴി ഈ ബുദ്ധിക്കുള്ള വളർച്ചയൊക്കെ കുറയാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് TSH ലെവൽ, ഇപ്പോൾ എല്ലാവർക്കും TSHൻ്റെ ലെവൽ ഇപ്പോൾ അറിയാം, ലാബിൻ്റെ വാല്യൂസൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ലെവലിൽ, അതായത് 3ക്ക് മുകളിൽ, ചിലർക്ക് 3.5 അല്ലെങ്കിൽ 4.5 എന്നൊക്കെ പറഞ്ഞ ലെവൽ വരികയാണെങ്കിൽ നമ്മൾ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ്സ് അവർക്ക് കൊടുത്ത് TSH 3ക്ക് താഴെ നിർത്തേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇതിന് വേറെ കുറച്ച് കോംപ്ലിക്കേഷൻസ് വെച്ചാൽ ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ അളവ് കുറയുന്നതിൻ്റെ വേറെ കോംപ്ലിക്കേഷൻസ്, റിപ്പീറ്റഡ് മിസ്കാരേജ് അല്ലെങ്കിൽ റെക്കറൻറ്റ് മിസ്കാരേജസ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതോടൊപ്പം തന്നെയാണെങ്കിൽ പ്രീ ടൈം ലേബറിനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഹൈപ്പർ പ്രഷറിൻ്റെ സാധ്യത, അതായത് 6-ാം മാസം 7-ാം മാസമൊക്കെ അമ്മയ്ക്ക് പ്രഷർ വരുന്നതിൻ്റെ സാധ്യത കൂടുതലാണ്. കുട്ടിക്ക് വളർച്ചക്കുറവ് വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് തൈറോയിഡ് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം. അതും എല്ലാ 3 മാസങ്ങളിലും, എല്ലാ ട്രൈമിസ്റ്റേഴ്സിലും നമ്മൾ തൈറോയിഡിൻ്റെ ലെവൽ നോക്കേണ്ടതുണ്ട്. ഒരുപാട് പേർക്ക് പ്രഗ്നൻസിയുടെ ആദ്യത്തെ മാസങ്ങളിൽ പ്രത്യേകിച്ച് ഈ TSHന്റെ ലെവൽ വളരെ കുറഞ്ഞിട്ട് കാണാറുണ്ടല്ലോ. അതായത് വളരെ ഛർദി കൂടിയ, ഇപ്പോൾ ആദ്യത്തെ 3 മാസത്തിൽ വളരെ ഛർദി കൂടുതലുണ്ടെങ്കിൽ തൈറോയിഡ് ലെവൽ കുറവായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് TSH തൈറോയിഡ് ലെവൽ ഹൈപ്പർ തൈറോയിഡിസം, അതായത് TSHൻ്റെ ലെവൽ കുറവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രീ T3 ഫ്രീ T4 എന്ന് പറഞ്ഞ 2 ഹോർമോൺ കൂടി ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിൽ ഹോർമോൺ വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റും അത് പ്രോപ്പറായിട്ട് എടുക്കേണ്ടതാണ്. പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തൈറോയിഡിൻ്റെ ഗുളിക സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? അതും നമ്മൾ TSHൻ്റെ T3 T4 ലെവൽ അനുസരിച്ചാണ് നമ്മൾ അത് നിർത്തണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്.